വെരി ഗുഡ് മോർണിംഗ് എവരി വൺ. സോ ഇന്ന് നമ്മൾ റിവിഷൻ നടത്തുന്നത് തേർഡ് മൊഡ്യൂൾ സ്പോർട്സ് മൈൽസ് എന്നുള്ള മൊഡ്യൂളിൻ്റെ റിവിഷനാണ്. നമുക്കിപ്പോൾ ടൈറ്റിൽ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടല്ലേ, ഇവിടെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ തന്നെ ക്ലിയർ ആവുന്നൊരു ചിത്രം എന്താണ്. ദ മൊഡ്യൂൾ ഈസ് കംപ്ലീറ്റ്ലി റിലേറ്റഡ് ടു സ്പോർട്സ്. എന്താണ്, കായികവുമായിട്ട് റിലേറ്റ് ചെയ്ത് ആ ഒരു എന്താണ് സ്പോർട്സ് മൈൽസ് എന്നുള്ളത് ആ ദൂരം അച്ചീവ് ചെയ്യാൻ, അതും ഒരു അച്ചീവ്മെൻറ്റിൻ്റെ ഒരു ഏകദേശം എന്താണ് ആ സ്പോർട്സിലൂടെയുള്ള ആ ഒരു അച്ചീവ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു മൊഡ്യൂളാണ് നല്ലൊരു മൊഡ്യൂളാണ്. അപ്പോൾ അതിലെന്താണ് ഇതൊക്കെ നമുക്ക് വിടാം. ഈ സ്പോർട്സുമായിട്ട് റിലേറ്റ് ചെയ്ത ചിത്രങ്ങളാണെന്ന് വെച്ചാൽ ഡിസ്കസ് ചെയ്യാൻ മാത്രമില്ല. അവിടെ ഒരു എന്താണ് കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. ആ കൊട്ടേഷൻ തന്നെയാണ് ഈ മൊഡ്യൂൾ കവറപ്പ് ചെയ്യുന്നത്. സ്പോർട്സ് ഡു നോട്ട് ബിൽഡ് ക്യാരക്ടർ, ദേ റിവീൽ ഇറ്റ്. സ്പോർട്സ് എന്നുള്ളത് ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്യുന്നത്, ദേ റിവീൽ. ആ സ്പോർട്സ് തന്നെ ഒരു ക്യാരക്ടറാണ്, അത്രത്തോളം അതിൽ തന്നെ ഒരു ക്യാരക്ടർ ഉണ്ട്, ഒരു സ്വഭാവം. നമ്മളിപ്പോൾ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ഉണ്ടാക്കിയെടുക്കുന്നതല്ല, സ്പോർട്സ് തന്നെ ഒരു ക്യാരക്ടറാണ്, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതിലൊരു ഐ ലവ് റീഡിങ് എന്ന് പറഞ്ഞിട്ട് മൈ ഗ്രേറ്റസ്റ്റ് ഒളിമ്പിക് പ്രൈസ് എന്നുള്ള ജെസ്സി ഓൺസിൻ്റെ ഒരു എന്താണ് മീൻസ് അയാളുടെ ഒരു ഓർമ്മക്കുറിപ്പ് എന്ന് പറയാം നമുക്ക് അല്ലേ. മെമ്മറീസ് അല്ലെ എന്താണ് മെമ്മറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്നതാണ്, അയാളുടെ ലൈഫിൽ നടന്ന കാര്യങ്ങളാണ്. അതാണ് വാട്ട് ഈസ് സ്പോർട്സ്മാൻഷിപ്പ്, ഹൂ ഈസ് ട്രൂ സ്പോർട്സ്മാൻ എന്നൊക്കെ പറയുന്നതിൻ്റെ ഉത്തരം നമുക്ക് ഈ കഥയിൽ, ഈ സ്റ്റോറിയിൽ കംപ്ലീറ്റ് നമുക്ക് കിട്ടുന്നുണ്ട്. വലിയ എന്താണ് വായിച്ചു നോക്കിയാൽ തന്നെ മനസ്സിലാവും നമുക്കിതിൻ്റെ ഏകദേശം എന്താണ്, ഇത് വായിക്കുമ്പോൾ തന്നെ ക്ലിയർ ആവും നമുക്ക്. അപ്പോൾ സ്പോർട്സ്മാനായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ജസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്, ജെസ്സി ഓൺസ് 1980 വാസ് എൻ അമേരിക്കൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റ്. ഹി വൺ 4 ഗോൾഡ് മെഡൽ. അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളാണ് തുടക്കത്തിൽ അടുത്ത പാരഗ്രാഫ് പറയുന്നത്. ഇറ്റ് വാസ് എ സമ്മർ ഓഫ് 9 ഒളിമ്പിക്സ് ഗെയിംസ് വർ ബീങ് ഹെൽഡ് ഇൻ ബെർലിൻ. അദ്ദേഹത്തിൻ്റെ ലൈഫിലെ ബെർലിനിൽ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒളിമ്പിക്സ് ഗെയിം സ്റ്റാർട്ട് ചെയ്തു. അഡോൾഫ് ഹിറ്റ്ലർ ചൈൽഡിഷ്ലി ഇൻസിസ്റ്റഡ് ദാറ്റ് ഹിസ് പെർഫോമേഴ്സ് വെർ മെമ്പേഴ്സ് ഓഫ് എ മാസ്റ്റർ റേസ്. അപ്പോൾ ഇത് ഏകദേശം കഥ പറയുന്നത് എന്ന് വെച്ചാൽ ആ ഒരു അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ ഒക്കെ കാലഘട്ടത്തിലും പിന്നെ ആ ഒരു ഇതൊക്കെ ടച്ച് ചെയ്തിട്ടാണ് കഥയല്ല ഞാൻ പറഞ്ഞല്ലോ, ഓർമ്മക്കുറിപ്പ്, അയാളുടെ ഒരു മെമ്മറീസാണ് ഇതിൽ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് വായിച്ച് നോക്കുക. പിന്നെ ഉള്ളത് എന്താണ്, ഇവിടെ ആക്ടിവിറ്റി, ഇതൊക്കെ ഈസി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. ഇതൊന്നും നിങ്ങൾ എന്താണ് സ്കിപ്പ് ചെയ്തിട്ട് പോവുക, നിങ്ങൾ അതിന് വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കരുത്. ഇഡിയംസിനെ കുറിച്ചൊന്നും ഇതുവരെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് കളക്ട് ദ കോമൺ ഇഡിയംസ് യൂസ്ഡ് ഇൻ ഇംഗ്ലീഷ്. ഇഡിയംസ് ആയിട്ട് വരില്ല ചിലപ്പോൾ. എന്താണ് ഞാൻ പറഞ്ഞില്ലേ, ഇത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഡിസഗ്രീമെൻറ്റും എഗ്രീമെൻറ്റും എഴുതാൻ വരുന്നില്ലേ, അപ്പോൾ അങ്ങനെ വെച്ചിട്ട് ചിലപ്പോൾ ചില ഇഡിയംസ് വരും. ഓൾ ഗ്ലിറ്റേഴ്സ് ആർ നോട്ട് ഗോൾഡ് എന്നൊക്കെ പറഞ്ഞിട്ട് വരാറില്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ചിട്ട് ചിലപ്പോൾ വരും. അല്ലാതെ ഇഡിയംസ് ആയിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. എന്നാലും ഇപ്പോൾ ഇഡിയംസ് ഏത് രീതിയിലും വരാം. അപ്പോൾ നമുക്കിപ്പോൾ ഏത് ഇഡിയം വരും എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഇഡിയം എഴുതാനുള്ളൊരു ക്വസ്റ്റ്യൻ എന്തായാലും വരില്ല. ഇഡിയം എന്തെങ്കിലേ ചൊല്ലുകൾ എന്നൊക്കെ പറയില്ലേ, അതാണ് ഈ ഇഡിയംസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മളെ ചൊല്ലുകൾ, പഴഞ്ചൊല്ലൊന്നുമല്ല, ഈ ചൊല്ലുകൾ, അങ്ങനെയാണ് ഈ ഇഡിയംസ് ഉദ്ദേശിക്കുന്നത്. സ്പെല്ലിംഗ് ക്വിസാണ്. സ്പെല്ലിംഗ് ക്വിസൊന്നും അങ്ങനെ വരില്ല കേട്ടോ, ഇതൊന്ന് വായിച്ച് പോയിക്കോളാം, ഒന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഇതെന്താണ്, ഇത് ചിലപ്പോൾ ഇങ്ങനെയുള്ള ഇതാണ് വേൾഡ് വെബായിട്ടൊക്കെ ചിലപ്പോൾ വരാം കേട്ടോ. അങ്ങനെ കണ്ടിട്ടില്ല ഒരു ക്വസ്റ്റ്യനിലും, വന്നിട്ടുണ്ട്, എഴുതാതെ പോകരുത്. കണ്ടില്ലേ, കൊളോക്കേഷൻ എന്ന് വെച്ചാൽ ദ അറേഞ്ച്മെൻറ്റ് ഓഫ് വേർഡ്സ് ദാറ്റ് ഒക്കെ ടുഗദർ. കൊളോക്കേഷൻ അപ്പോൾ നമ്മൾ ഇതിൽ കാണാറില്ലേ, എന്താണ് റീറൈറ്റ്, കൊളോക്കേഷൻ എറർ വരുന്നുണ്ട് എന്നും പറഞ്ഞ് വരുന്നില്ലേ. ദർ ഇസ് എ കൊളോക്കേഷൻ എറർ ഇൻ ദ സെൻറ്റൻസ് ആൻഡ് റീറൈറ്റ് ദ സെൻറ്റൻസ് കറക്റ്റിംഗ് ദ എറർ എന്നും പറഞ്ഞിട്ടൊക്കെ ക്വസ്റ്റ്യൻ വരാറില്ലേ. അപ്പോൾ അതിൽ കൊളോക്കേഷൻ എന്താണെന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കൊളോക്കേഷൻ ഈസ് ദ അറേഞ്ച്മെൻറ്റ് ഓഫ് വേർഡ്സ് ദാറ്റ് ഒക്കെ ടുഗദർ കോമൺലി. ഈ വേർഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് തെറ്റുന്നതിനെയാണ്
വേർഡ്സിൻ്റെ അറേഞ്ച്മെൻറ്റ് കൊളോക്കേഷൻ അറേഞ്ച്ഡ് ആയിട്ടുള്ള വേർഡ്സാണ് കൊളോക്കേഷൻ. അപ്പോൾ കൊളോക്കേഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്തില്ല, ആ വേർഡ്സ് അറേഞ്ച്ഡ് അല്ല, സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് എന്നുള്ള അഗ്രിമെൻ്റ് അത് ഫോളോ ചെയ്യുന്നില്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായില്ലേ? നമ്മളൊരു ഒരു സെൻറ്റൻസ് എന്നുള്ളത് എന്താണ്, സബ്ജക്റ്റ് വേർബ് ഒബ്ജക്റ്റ് ഉണ്ടാവണം. അതല്ലേ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ സബ്ജക്റ്റും വേർബും ഒബ്ജക്റ്റും ഉണ്ടാകുന്നതാണ് ഒരു സെൻറ്റൻസ് അല്ലേ. ഒരു എന്താണ്, സെൻറ്റൻസ് ഈസ് ക്രിയേറ്റഡ് ബൈ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ആൻഡ് ഇറ്റ് വിൽ agreed subject verb agreement and also there is a subject and a verb and an object in a sentence. അങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അഗ്രിമെൻറ്റിന് ഉള്ളതാണ് കൊളോക്കേഷൻ. അഗ്രിമെൻ്റ് ഇല്ലാത്തതിനാണ് കൊളോക്കേഷൻ തെറ്റാണെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളത് വരാം. അപ്പോൾ നെക്സ്റ്റ് എന്താണ്, ഇങ്ങനെയൊന്നും ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാം നമുക്ക്. ഇവിടെ കണ്ടില്ലേ, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ് ആൻഡ് സേ വെദർ ദ വേർഡ്സ് ഹാവ് ദ റൈറ്റ് കൊളോക്കേഷൻ, ഇഫ് നോട്ട് കറക്റ്റ് ദം. ഇവിടെ താഴെ തന്നിരിക്കുന്ന വേർഡ്സ് കൊളോക്കേഷൻ കറക്റ്റ് ആണോ എന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ രാജു ലേഡ് എ വിസിറ്റ് ടു ഹിസ് അങ്കിൾ. രാജു ലേഡ് എ വിസിറ്റ് ടു ഹിസ് അങ്കിൾ. Both teams have precautions against injury. Arun had a remark on the dress code. I paid the table. We passed changes to our vacation plans. അപ്പോൾ ഇതിൽ എന്താണ്, റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. നമ്മൾ എന്താണ് ഈ വാക്കുകൾ വായിക്കുക. ആ വാക്കുകൾ വായിച്ചതിന് ശേഷം നമുക്കതിലെന്തെങ്കിലും രാജു ലെയ്ഡേ വിസിറ്റ് എന്നാണോ രാജു. അപ്പോൾ അവിടെ എന്താണ് കൊളോക്കേഷൻ വെച്ചാൽ ഗ്രാമർ തെറ്റുക. ഞാൻ പറഞ്ഞില്ലേ ഗ്രമാറ്റിക്കലി എറർ വരും. അപ്പോൾ എന്താ പറയേണ്ടത്, രാജു ലേ ആണ് ഈ ലെയ്ഡ് എന്നായി പറയുന്നത്. അപ്പോൾ രാജു ലേസ് എ വിസിറ്റ് ടു ഹിസ് അങ്കിൾ എന്നാണ് കറക്റ്റ് വേണ്ടത്. അവിടെ ഗ്രാമാറ്റിക്കലി തെറ്റ് വന്നിട്ടുണ്ട്, ഗ്രാമറിൻ്റെ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. പിന്നെ അടുത്തത്, ബോത്ത് ടീംസ് ഹാവ് പ്രിക്വേഷൻസ് എഗെയിൻസ്റ്റ് ഇഞ്ചുറീസ് എന്നാണ് വേണ്ടത്. ഇഞ്ചുറി അല്ല, ഇഞ്ചുറീസ് ആണ് വേണ്ടത്. അർജുൻ ഹാഡ് എ റിമാർക്സ് ഓൺ ദ ഡ്രസ് കോഡ്. ഹാഡ് എ റിമാർക്സ് അങ്ങനെ വേണം. അങ്ങനെ ചെറിയ തെറ്റുകളാണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവുക, ചെറിയ മിസ്റ്റേക്കുകൾ കാണാം. അതാണ് ഈ കൊളോക്കേഷൻ ഉദ്ദേശിക്കുന്നത്. അടുത്ത 2 കോളം തന്നിട്ട് മാച്ച് ചെയ്യാനാണ്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഒന്നും തന്നിട്ടില്ല. ഇതൊക്കെ സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് ഇവിടെ വരുന്നത് ഞാൻ പറഞ്ഞില്ലേ, റൈസ് സബ്ജക്റ്റ് വേർബ് എഗ്രിമെൻറ്റ് വരുന്നുണ്ട്. പിന്നെ എന്താണ്, സിമ്പിൾ പ്രസൻറ്റ് ടെൻസ് ഞാൻ ഓൾറെഡി എടുത്തു കഴിഞ്ഞതാണ്. ടെൻസിൻ്റെ കാര്യങ്ങൾ ഇവിടെ പറയുകയാണെങ്കിൽ അതൊന്നും നടക്കൂല. അടുത്ത, റാണി റൈറ്റ്സ് ഹർ ഫാദർ അബൌട്ട് ദ റൂട്ടീൻ ഇൻ ഹിസ് ഹോസ്റ്റൽ. ഹെൽപ്പ് ഹർ റൈറ്റ്. നൗ റൈറ്റ് യുവർ റൂട്ടീൻ വിത്ത് ദ വേർഡ്സ് ഗിവൺ ഇൻ ദ ഹെൽപ്പ് ബോക്സ്. നമ്മൾ റൂട്ടീൻ, നമ്മുടെ ഈ ഡയറി എഴുതുക എന്നൊക്കെ പറയൂലേ പണ്ട്, അതൊക്കെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇങ്ങനൊരു ക്വസ്റ്റ്യൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തത് കൊണ്ട് നിങ്ങൾ വലിയ ഇമ്പോർട്ടൻസ് ഒന്നും കൊടുക്കണ്ട. പിന്നെ റൂട്ടീൻ, ഡയറി റൈറ്റിംഗ് ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. കണ്ടില്ലേ, ഇവിടെ ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യാൻ തന്നില്ലേ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും വരും, എല്ലാ മൊഡ്യൂളിലും ഉള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും വരും. അത് ഏത് പിക്ചർ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല, ഏതെങ്കിലും പിക്ചർ അയക്കാം. ഇതൊന്നും വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. ഇതൊക്കെ കറക്റ്റ് മീൻസ് ഇതിൽ വരുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ ഇതൊക്കെ വായിച്ചു പോവുകയാണെങ്കിൽ ചെയ്യാനുള്ള സമയങ്ങളൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഇതെല്ലാം ഗ്രാമറുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഇതൊക്കെ വരുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ, അവിടെ ബ്ലാങ്ക്സുള്ള സമയത്ത് എന്താണ് കറക്റ്റ്. ഐ യൂഷ്വലി സ്റ്റേ വിത്ത് മൈ ഫ്രണ്ട് എന്നാണോ, ഐ യൂഷ്വലി സ്റ്റേസ് ആണോ, ഐ യൂഷ്വലി സ്റ്റേയിങ് വിത്ത് മൈ ഫ്രണ്ട്. അപ്പോൾ അത് ടെൻസിൻ്റെ ചേഞ്ച് വരുന്നുണ്ട്. അപ്പോൾ ടെൻസിൻ്റെ ക്ലാരിഫിക്കേഷനാണ് അവിടെയൊക്കെ വരുന്നത്. അപ്പോൾ ടെൻസ് അറിയുന്ന ഒരാൾക്ക്, ഇപ്പോൾ ടെൻസ് ഇപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഈ ഇതിലിട്ടിട്ടുണ്ട്, ടെൻസ് ഇട്ടിട്ടുണ്ട്, എൻ്റെ വീഡിയോസിൽ ഉണ്ട്. അത്രയല്ല, ഞാൻ എടുത്തതാണത്. അപ്പോൾ ടെൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നൊന്നും നമ്മളെ ക്ലാസ്സോ റിവിഷനോ നടക്കില്ല. ടെൻസ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇംഗ്ലീഷിൽ തന്നെ. അപ്പോൾ അതൊക്കെ ഞാൻ പഠിച്ചോളൂ. ഇനിയിപ്പം പഠിക്കാനുള്ള പെട്ടെന്നൊന്നും പഠിച്ചെടുക്കാനൊന്നും പറ്റൂല, അറിയുന്ന രീതിയിൽ ചെയ്യാം.
പറ്റുമെങ്കിൽ എന്താണ് ടെൻസിൻ്റെ ഫോർമാറ്റെങ്കിലും പഠിച്ചു പോവുക. കാരണം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഫോർമാറ്റെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ യൂസേജൊന്നും ഒരുപാട് യൂസേജ് ഉണ്ട്, അതൊന്നും പെട്ടെന്ന് പഠിക്കാനാവില്ല. അറിയുന്ന രീതിയിലെങ്കിലും ടെൻസ് പഠിക്കുക, വലിയ സിമ്പിളാക്കി നിങ്ങൾ തന്നെ പഠിക്കുക. അല്ലാതെ നമുക്കിപ്പോൾ സിമ്പിളാക്കി എനിക്ക് ടെൻസ് പഠിപ്പിക്കാൻ പറ്റൂല, കാരണം അത്രത്തോളം സിമ്പിളാക്കി വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമുക്ക് സിമ്പിളാക്കി പറഞ്ഞു തരാം. ഞാനിപ്പോൾ ഒരു രണ്ടോ വാക്കുകളിൽ എനിക്ക് പറയുന്നതല്ല ഇംഗ്ലീഷിൻ്റെ ടെൻസ് എന്നുള്ളത്. അപ്പോൾ അത് ഞാനിവിടെ വിഷയം എടുത്തിട്ടാൽ നടക്കൂലത്, കാരണം നമുക്ക് ഈ റിവിഷൻ ക്ലാസ്സിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഞാൻ എടുക്കുന്നില്ല. റൈറ്റ് 3 sentences on the things that you have never done in your life. ഇങ്ങനെയൊക്കെ ചോദ്യത്തിന് വന്നൊന്നും കണ്ടിട്ടില്ല. അപ്പൊക്കെങ്കിലും എന്താണ് വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. നിങ്ങളുടെ ലൈഫിൽ ചെയ്യാത്ത കാര്യങ്ങൾ, ചെയ്യുന്ന കാര്യങ്ങൾ, ഇതൊക്കെ എഴുതാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. എഗ്രീമെൻറ്റും ഡിസഗ്രീമെൻറ്റും ഒക്കെ പോലത്തെ. റീഅറേഞ്ച് ദ വേർഡ്സ് ഇൻ എ പ്രോപ്പർ സെൻറ്റൻസ്. ഇത് തീർച്ചയായിട്ടും വരുവേ. ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഷുവറായിട്ട് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. എന്താണ് ഈ വേർഡ്സിനെ റീഅറേഞ്ച് ചെയ്യാൻ. അപ്പോൾ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്, സെൻറ്റൻസ് എന്നുള്ളത് സബ്ജക്റ്റ്, വേർബ്, ഒബ്ജക്റ്റ്. അപ്പോൾ ഇതിൽ സബ്ജക്റ്റിനെ നോക്കുക, ഒബ്ജക്റ്റ് ഉണ്ടോ എന്ന് നോക്കുക. യു എന്താണ് ഹാവ്, യു, യുവർ, വൈ, നീ, ബാൻഡേജ്. അപ്പോൾ യു ആയിരിക്കും തീർച്ചയായിട്ടും സബ്ജക്റ്റ്, കാരണം നീ, നിങ്ങൾ, അതൊരു സബ്ജക്റ്റാണ്. യു കഴിഞ്ഞാൽ വേർബ് വേണം. യു ഹാവ് ആണ് ഇവിടെ വേർബ് അല്ലേ. യു ഹാവ്. അപ്പോൾ വൈയും നീയും ബാൻഡേജിൽ ക്വസ്റ്റ്യൻ മാർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വൈ വന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു ക്വസ്റ്റ്യനിലായിരിക്കും ഇത് സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. സെൻറ്റൻസിന് ഒരുപാട് ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ഉണ്ട്. സെൻറ്റൻസിലെ ടൈപ്സ് ഓഫ് സെൻറ്റൻസ് ഞാൻ പറഞ്ഞതാണ്, ഞാൻ ക്ലാസ്സിൽ എടുത്തതാണ്. സെൻറ്റൻസിൻ്റെ ടൈപ്സ് എന്താണ്, ഇമ്പറേറ്റീവ് സെൻറ്റൻസ് ഉണ്ട്, എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ഉണ്ട്, ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ഉണ്ട് അല്ലേ. സെൻറ്റൻസിൻ്റെ ടൈപ്സ് ഉണ്ട്. അതിൽ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസ് ആണ് ഈ ക്വസ്റ്റ്യൻ. ഇപ്പം ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരും. എനിക്ക് തീർച്ചയായിട്ടും ഇത് അറിയാത്തൊരു കുട്ടി തീർച്ചയായിട്ടും കൺഫ്യൂഷൻ ആവും. അപ്പോൾ ഞാനിപ്പോൾ ഉദാഹരണം പറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ഉൾപ്പെടുന്നത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിലാണ്, ക്വസ്റ്റ്യൻസ് വരുന്നത് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസിലാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ തീർച്ചയായിട്ടും ഒന്നുകിൽ ക്വസ്റ്റ്യൻ വേർഡിലായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓക്സിലറി വേർബിലായിരിക്കും. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട് ഓൾറെഡി, വൈ എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ് ഉണ്ട്. So why you have bandaged your knee, അങ്ങനെ ആയിരിക്കും അതില്ലേ. നീ എന്തിനാണ് നിൻ്റെ നീ മീൻസ് മുട്ട് ബാൻഡേജ് ചെയ്തത്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. അടുത്തത് ക്വസ്റ്റ്യൻ അല്ല. അപ്പോൾ ഓരോന്നും വായിച്ച് നോക്കിയിട്ട് ഒന്നാണ്. പിന്നെ ഒന്ന് എക്സ്ക്ലമേറ്ററി ഒക്കെ ഉണ്ട്. എക്സ്ക്ലമേറ്ററി അല്ല, ഓ ഡിയർ, കാരണം എന്താണ് എക്സ്ക്ലമേഷൻ മാർക്ക് കാണുന്നില്ലേ നിങ്ങളവിടെ. അപ്പോൾ അത് നിങ്ങളതായിട്ടുള്ള അപ്രോപ്രിയേറ്റ് ആയിട്ട് ചില കുട്ടികൾക്ക് ഇപ്പോൾ പഠിച്ചിട്ടില്ലെങ്കിലും സെൻറ്റൻസിൻ്റെ ടൈപ്സും കാര്യങ്ങളും പഠിച്ചിട്ടില്ലെങ്കിലും എഴുതാൻ പറ്റും. പക്ഷെ അത് പഠിച്ചെഴുതുന്നതായിരിക്കും കൂടുതൽ അറിയുന്നത്. സെൻറ്റൻസിൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കട്ടെ. മീൻസ് എന്താണ് സെൻറ്റൻസിനെ കുറിച്ചുള്ള ക്ലാസ് നമുക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയിപ്പോൾ അതിനുള്ളൊരു സമയമില്ല, അത് പഠിച്ചു തരാനുള്ളൊരു സമയമില്ല. ഞാനത് എടുത്തു തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ടൈപ്സ് ഓഫ് സെൻറ്റൻസിൽ ഉൾപ്പെടുന്നതാണ് ഈ ഒരു കാര്യം. അടുത്തൊരു പോയം കൊടുത്തിട്ടുണ്ട് ഇവിടെ, ആൻസ് അറ്റ് ദ ഒളിമ്പിക്സ് എന്നുള്ളത്. അറ്റ് ലാസ്റ്റ് ഇയേഴ്സ് ജംഗിൾ ഒളിമ്പിക്സ് ദ ആൻസ് വർ കംപ്ലീറ്റ്ലി ഔട്ട് ക്ലാസ്ഡ്. ഇൻഫാക്ട് ഫ്രം എൻ എൻട്രി ഓഫ് 62 ടീംസ് ദ ആൻസ് കെയിം ദർ യൂഷ്വൽ ലാസ്റ്റ്. ഒരു ഒളിമ്പിക്സിൽ ആൻസിനെ ഉൾപ്പെടുത്തിയിട്ട്, ആൻസിന് വെച്ചാൽ ഉറുമ്പുകളല്ലേ, അവർ 62 ടീം. ഇൻഫാക്ട് ഫ്രം എൻട്രി ഓഫ് 60 ദ ആൻസ് കെയിം ദർ യൂഷ്വൽ ലാസ്റ്റ്. They didn't win one single medal. Not that the surprise, the reason was lack of trying, but more their unfortunate size. While the cheetahs won most of the springing and the hippos won putting the shot, the ants tried springing but couldn't and tried to put but could not. It was sad for the ants, cause they are sloggers. They turn out for every event with their shorts and their bright orange t-shirts. Their athletes are proud they are. Sent. They came last at the high jump and hurdle, which they say they have won, but they fell. They came last in the 400 meters and last in the swimming as well.
They came last in the long distance running, though they say they might have come first, and they might if the other 61 team hadn't put in finishing best. But each year they turn up regardless. They are popular in the parade. The other teams whistle and cheer them, aware of the journey they have made. ഒരു ഉറുമ്പുകളുടെ കാര്യമാണ്. മീൻസ് ആൻസ് എന്നുള്ളത് അവർ ഒരുമിച്ച് എപ്പോഴും ഉറുമ്പിനെ നമുക്ക് ഡിസ്ട്രക്റ്റായിട്ട് കാണാൻ പറ്റുമല്ലോ, അതിലൊരു കൂട്ടമായിട്ടേ അവരുണ്ടാവുള്ളൂ. ഒന്നിച്ച് ടുഗദർനെസ് കൊണ്ടുള്ള ഒരു വിജയം എന്നുണ്ട്. നമുക്ക് എന്തിനും വിജയം കൈവരിക്കുക എന്നുള്ളത് ടുഗദർനെസ്സിലൂടെ ഭയങ്കര വിജയം. നമ്മൾ ഒരുമിച്ച് തിന്നാൽ നമുക്ക് ഒരുമയുണ്ടെങ്കിൽ ഉലക്കമേൽ കിടക്കാമെന്നൊക്കെ അറിഞ്ഞ് കേട്ടിട്ടില്ലേ? അപ്പോൾ അതുപോലെയാണ് ഇവിടെ ടുഗദർനെസ്സിനെ കുറിച്ചുള്ളൊരു കാര്യമാണ് ഓൾറെഡി പറയുന്നത്. അവരൊരുമിച്ച് ഇപ്പോൾ കൂട്ടം തെറ്റിപ്പോയാലും അവർ വീണ്ടും ഒന്നിച്ചെത്തും. അവർ ജമ്പ് ചെയ്യും, ഹഡിൽ ചെയ്യും, അവർ ഓടും, ചാടും, തുള്ളും, ഇതൊക്കെ കളിക്കുകയാണെങ്കിലും ദേ ഹാവ് വൺ. അതാ പറഞ്ഞത്. ബട്ട് ഈച്ച് ഇയർ ദേ ടേൺ അപ്പ് റിഗാർഡ്ലെസ്. ദേ പോപ്പുലർ ഇൻ ദ പരേഡ്. The other team whistle and cheer them, aware of the journey they have made. അവരുടെ ജേണി എന്നുള്ളത് അവരവേർഡാണ്. അങ്ങനെ പറയുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു പോയമാണിത്. ആൻസ് അറ്റ് ദ ഒളിമ്പിക്സ് എന്നുള്ള പോയം. ഒളിമ്പിക്സിൽ ഉറുമ്പുകളുടെ ഒരു മീൻസ് അത് നമ്മൾ മനുഷ്യരെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് പറയുന്നത്. കഴിഞ്ഞിട്ടില്ല കേട്ടോ, കുറച്ചുകൂടെ ലൈൻസ് ഉണ്ട് ഇപ്പോഴും. For the Jungle Olympics in August, they had to New Year's Day. They didn't arrive the year before last. They set off but went the wrong way. So long as they are reason. After all, it's only sports. They will back next year to bring up the rear. And that's the encouraging tonight. So ആ പോയം വായിച്ചു നോക്കുക. പിന്നെ നിങ്ങൾക്ക് പോയം ഇതിലെ ക്വസ്റ്റ്യൻസ് അങ്ങനെ വരികയാണെങ്കിലും നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്നത് സ്കിപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ചിലപ്പോൾ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാൻ വേണമെന്നില്ല. അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ്. ഇതൊന്നും വേണ്ട. ഇത് റെസ്യൂമാണ് കേട്ടോ. റെസ്യൂമിൻ്റെ മോഡലാണ് കേട്ടോ. റെസ്യൂം എഴുതുന്നത് ഓൾറെഡി ഞാൻ എടുത്തു കഴിഞ്ഞതാണത്, അതുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല. കവർ ലെറ്റർ, അടുത്ത കവർ ലെറ്ററാണ്, അതും ഞാൻ എടുത്തു കഴിഞ്ഞതാണ്. കണ്ടില്ലേ, കവർ ലെറ്ററൊക്കെ പറയുമ്പോഴുള്ള എഡ്ജക്റ്റീവ്സും പ്രൊഫഷണൽ എക്സ്പീരിയൻസ്, എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, ഏരിയാസ് ഓഫ് എക്സ്പെർട്ടൈസ്, അച്ചീവ്മെൻറ്റ്സ്, പേഴ്സണൽ ഇൻഫർമേഷൻ. പിന്നെ എപ്പോഴും നമ്മൾ പേഴ്സണൽ ഇൻഫർമേഷന് ലീസ്റ്റ് ഇമ്പോർട്ടൻസേ കൊടുക്കാവൂ. പേഴ്സണൽ ഇൻഫർമേഷൻ ലാസ്റ്റേ ചേർക്കേണ്ടു, അതിന് അതിൽ ഇമ്പോർട്ടൻസ് കുറവാണ്. ദ എലമെൻറ്റ്സ് ദാറ്റ് മേക്ക് എ റെസ്യൂം ഹൈലി ഇഫക്റ്റീവ് ആൻഡ് അപ്പീലിംഗ് ആർ എന്തൊക്കെയാണ് ഒരു റെസ്യൂം തയ്യാറാക്കുന്നത് ഏറ്റവും കൂടുതലായിട്ട് റെലവൻ്റ് ആയിട്ടുള്ളത്? പേഴ്സണൽ ഇൻഫർമേഷൻ വേണം, പക്ഷേ അത് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് ഇല്ല. ക്ലിയർ സ്റ്റേറ്റഡ് ഒബ്ജക്റ്റീവ് കണ്ടില്ലേ, ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ് ചെയ്ത ഒബ്ജക്റ്റ്. കളർഫുൾ ലാംഗ്വേജ് എന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ള ലാംഗ്വേജ് ആയിരിക്കണം. ടെക്നിക്കൽ നോളജ് ഉണ്ടാവണം. ഫാൾസ് ഇൻഫർമേഷൻ ഉണ്ടാവരുത്, തെറ്റായ ഒരു ഇൻഫർമേഷൻ ഉണ്ടാകുക, അതിലുള്ള എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കണം. എലാബറേറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വേണ്ട, എന്നാലും എഴുതുന്ന കൃത്യമായിരിക്കണം. ഇൻട്രസ്റ്റ്, മിസ്സിംഗ് ഫാക്ട്, തീമാറ്റിക് അറേഞ്ച്മെൻറ്റ് ഓഫ് ഡീറ്റെയിൽസ്, എഫക്റ്റീവ് ഷോർട്ട് ഫ്രേസസ്, സ്പെല്ലിംഗ് എറേഴ്സ് ഉണ്ടാവരുത്, ഗ്രാമാറ്റിക്കൽ മിസ്റ്റേക്ക് ഉണ്ടാവരുത്, പോസിറ്റീവ് ലാംഗ്വേജ് ആയിരിക്കണം. ക്വാളിഫിക്കേഷൻസ് റിവേഴ്സ് ക്രോണോളജി. കണ്ടില്ലേ, ഞാൻ പറഞ്ഞില്ലേ ക്വാളിഫിക്കേഷൻ എന്നുള്ളത് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ എന്ന് പറഞ്ഞത് അവസാനം കഴിഞ്ഞത് ആദ്യം എഴുതണം. നമ്മൾ പണ്ട് ഒക്കെ പഠിച്ചതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം എഴുതുക നമ്മൾ SSLC ആണ്, SSLC പാസ്സായി. പക്ഷെ അതെല്ലാം നമ്മുടെ റെസ്യൂമിൽ ചേർക്കേണ്ടത് ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞതാണ് നമ്മൾ ഫസ്റ്റ് എഴുതുന്നത്. അതാണ് റിവേഴ്സ് ക്രോണോളജിക്കൽ ഓർഡർ. ക്രോണോളജിക്കൽ എന്ന് വെച്ചാൽ വർഷത്തിൻ്റെ ഒരു ഇയർ ബേസ്, അതാണ് ക്രോണോളജിക്കൽ പറയുന്നത്. അപ്പോൾ ഏറ്റവും അവസാനം കഴിഞ്ഞ ഇയറാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത്. ഏറ്റവും അവസാനം കഴിഞ്ഞ കോഴ്സാണ് ആദ്യം എഴുതേണ്ടത്. അപ്പോൾ അത് മുഴുവൻ റെസ്യൂമായിട്ട് ബന്ധപ്പെട്ടതാണ്, പറഞ്ഞു കഴിഞ്ഞതാണ് ഞാൻ.
അപ്പോൾ അത്രയേ ഉള്ളൂ. ആ ഒരു മൊഡ്യൂളിനെ സംബന്ധിച്ചിട്ട് അത്രയേ ഉള്ളൂ. അതിലൊരു സെൻറ്റൻസിൻ്റെതുണ്ട്, അത് ഗ്രാമറുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സെൻറ്റൻസും ടൈപ്സ് ഓഫ് സെൻറ്റൻസും അത് എന്താണ് നിങ്ങൾ നോക്കണം. സെൻറ്റൻസും ടൈപ്സ് ഓഫ് സെൻറ്റൻസും ഒക്കെ അത് കൃത്യമായിട്ട് നോക്കിപ്പോണം. ഏതൊക്കെയാണ് സെൻറ്റൻസ്, ഞാനൊരു ക്ലാസ് ഇടാം. സെൻറ്റൻസിനെയും ടൈപ്സ് ഓഫ് സെൻറ്റൻസിനെയും കുറിച്ചൊരു ക്ലാസ് ഞാൻ തയ്യാറാക്കി ഇടാം.